നമസ്തേ. ഞാൻ ശ്രീരേഖ, രേഖാമൂലൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. മുടിയൊന്നും എടുക്കാൻ പറ്റിയില്ല. ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും കിടക്കുന്നതിന് മുമ്പ് എടുത്തു കേട്ടോ മുടി. നിങ്ങളെ ഒന്ന് കാണാൻ വന്നിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വന്ന് അതിന് ശേഷം മുടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു സംശയം ചോദിക്കുകയുണ്ടായിരുന്നു, നീലിഭൃങ്ങാതി തേച്ച മുടി വളരുമെന്ന്. തീർച്ചയായിട്ടും മുടി വളരും കേട്ടോ. നീലിഭൃങ്ങാതി തേച്ചാൽ നമുക്ക് മുടിക്ക് നല്ല തിക്നെസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ നീലിഭൃങ്ങാതിയുടെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നീലിഭൃങ്ങാതി എങ്ങനെ ഉണ്ടാക്കാം, നീലിഭൃങ്ങാതിയുടെ ഗുണങ്ങൾ എന്താണ്, ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർന്നാണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ട് വിശദീകരിച്ചൊരു വീഡിയോ അത് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്നൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അധികം സമയമൊന്നും ചിലവാക്കാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ. ഇത് നമുക്ക് അലോവേര പ്ലസ് ഹണി ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അലോവേരയുടെ ഗുണം പിന്നെ ഹണിയുടെ ഗുണം, ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് നല്ല തിക്നെസ് ഉണ്ടാവും മുടിക്ക്. അതുപോലെ മുടി കൊഴിച്ചിൽ മാറും കേട്ടോ. സ്കാൽപ്പിനെ ഹെൽത്തി ആക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ ഏത് കറ്റാർവാഴയാണോ അലോവേരയാണോ ഉള്ളത് നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ റെഡ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ റെഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന് ഇതിന് ജെല്ല് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം, അതല്ലെങ്കിൽ തൊലി മാത്രം കളഞ്ഞിട്ട് ഹണിയിൽ മുക്കിയിട്ട് നമുക്ക് തേക്കാം. അപ്പോൾ ഒന്ന് അലോവേര പ്ലസ് 2 ഹണിയാണ് കേട്ടോ. ഹണി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ഹണി എടുക്കാം, തേൻ എടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് ഹണിയിൽ മുക്കി മുക്കി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ജെല്ലെടുക്കാം. സെപ്പറേറ്റ് ജെല്ലെടുത്തിട്ട് അതിലേക്ക് ഹണി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് തലയോട്ടിലും മുടിയിലും പിന്നെ മുടിയുടെ റൂട്ട് മുതൽ നമുക്ക് താഴെ അടിയിലേക്ക് കൂടി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് റെഡ് അലോവേര ഉള്ള കാരണം അതെടുത്തേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഏതാണോ അലോവേര കറ്റാർവാഴ ഏതാണോ ഉള്ളത് നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ പീസാക്കി കേട്ടോ. പീസാക്കിയിട്ട് വേണ്ട ഇങ്ങനെ മുറിച്ചെടുക്കാം. നമുക്ക് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ സാധാരണ ചെയ്യുന്ന പോലെ ഇതിൻ്റെ 2 അറ്റത്തെ മുള്ള് കളയണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുറിച്ചിട്ട് വെള്ളത്തിൽ മുക്കി വെക്കണം കേട്ടോ. പറഞ്ഞ പോലെ വെള്ളത്തിൽ മുക്കി വെച്ച് ഒരു 5-10 മിനിറ്റ് മുക്കി വെച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ അകത്ത് നമുക്ക് തൊലി കളയാം. അകത്ത് തൊലി കളഞ്ഞിട്ട് ഉണ്ടോ, ഞാൻ പറഞ്ഞു ഇത് റെഡിൽ ഭയങ്കര ജെല്ലാണെന്ന് പറഞ്ഞു അല്ലേ. ഇതുണ്ടോ, ജെല്ല് ഒരുപാട് ഇങ്ങനെ ഊരി മറ്റേ ഇതിൻ്റെ ഏറ്റവും വ്യത്യാസം അതാണ് കേട്ടോ. ഏറ്റവും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് അലോവേരയെക്കാളും ധാരാളം ജെല്ല് ഇതിൽ അടങ്ങിയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇത് തൊലിയാണ് കേട്ടോ. തൊലി തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഒന്ന് കാണിച്ചു തന്നാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഈ കണ്ടോ ഇതിൻ്റെ സ്കിൻ കളഞ്ഞിട്ടുള്ള അലോവേരയുടെ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഹണിയിൽ മുക്കാം. ഹണിയിൽ ഒരു സ്പൂൺ ഹണി അല്ലെങ്കിൽ കയ്യിലോ പാത്രത്തിലോ നമുക്ക് എടുക്കാം കേട്ടോ. ഹണി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ 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 ഓരോ മുടി ലെയറായിട്ട്, അല്ലെങ്കിൽ ഹണി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഒഴിച്ചിട്ട് ഇങ്ങനെ 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 നമുക്ക് സെപ്പറേറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഹണി എടുത്തിട്ട് നമുക്ക് അതിൽ നമ്മൾ ഒലിവ് ഓയിൽ തേച്ചിരുന്നില്ലേ, ഇങ്ങനെയൊക്കെ ഒലിവ് ഓയിൽ മുക്കിയിട്ട് തേച്ചിരുന്നില്ലേ, അതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. അങ്ങനെ തേക്കാം കേട്ടോ നമുക്ക്. അപ്പം മുടി പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ നമുക്ക് നിൽക്കണമായിട്ട് തോന്നും. അപ്പോൾ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് തേനെടുക്കാം. തേനെടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ സ്കിന്നിൻ്റെ കേട്ടോ ഈ തൊലി കളഞ്ഞിട്ട് നമുക്ക് മുക്കി മുക്കി നമുക്ക് തലയിൽ തേക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം കേട്ടോ. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ പാത്രത്തിൽ വേണമെങ്കിൽ പാത്രത്തിലെടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ വേണമെങ്കിൽ ആവശ്യത്തിന് കയ്യിലെടുത്തിട്ട് നമുക്ക് തേക്കാവുന്നതാണ്. ഹണി
തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇത് ഇപ്പം ഇത് മുടി വിടുത്തിയിട്ട് വേണം കേട്ടോ ശരിക്കും ഇത് തേക്കാനായിട്ട്. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ തേച്ചതാണ്. ശരിക്കും ഇതിൽ കണ്ടോ ജടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വിടുത്തിയാലേ നമുക്ക് ശരിക്കും തേക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം മുടി നമ്മൾ വിടുത്തിക്കൊണ്ടിരിക്കണം. വിടുത്തിയിട്ട് വേണം ഇതെല്ലാം കെട്ടൊക്കെ മാറ്റിയിട്ട് വേണം ഇതിൻ്റെ തേക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തന്നാണ് കേട്ടോ. അപ്പോൾ ഇത് തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞോളൂ. നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. മുടിക്ക് സ്കിന്നിനൊക്കെ നല്ലതാണ്. നല്ല സ്കാൽപ്പ് നല്ല ഹെൽത്തി ആവും. പറഞ്ഞല്ലോ മുടിയൊക്കെ വളരും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മുടി വന്നണ്ടോന്ന് ശ്രദ്ധിക്കുക. കണ്ടോ മുടിക്ക് നീട്ടം കുറവാണ് കണ്ടോ. ഈ മുടിക്കൊക്കെ നീട്ടം കുറവാണ്. അപ്പോൾ ഇത് വന്ന മുടിയാണ് കേട്ടോ. നീട്ടം കുറവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും നോക്കിക്കോളൂ. ഇതാ ഉണ്ടോ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം കുഞ്ഞു കുഞ്ഞു മുടിയാണ്. അപ്പോൾ ഇതെല്ലാം കൊഴിഞ്ഞു പോയ മുടിക്ക് പകരം വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ മുടി വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ കുഞ്ഞു മുടി കണ്ടോ. അപ്പോൾ എല്ലാവരുടെ മുടിയിൽ ഇതുപോലെ എന്നോട് പറയാറില്ല മുടി കൊഴിച്ചിലുണ്ട്, ഒരുപാടുണ്ട്, മുടി വന്നില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും ഇതുപോലെ എടുത്ത് നോക്കിയാൽ മതി എന്ന് പറയും. കണ്ടോ ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുടി നീട്ടം കുറഞ്ഞ മുടിയായിരിക്കും. അത് പോയി വന്ന മുടിയാണ് കേട്ടോ. ഇതുപോലെ എനിക്ക് ഒരുപാട് മുടി ഇങ്ങനെ പോകുന്നില്ല. അപ്പം എന്നിട്ട് തിരിച്ച് ഇതുപോലെ ഒരുപാട് വരും. ഇത് നമ്മുടെ സൈക്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ സൈക്ലിങ് എന്താണ്, മുടിയുടെ ഹെയർ സ്റ്റേജസ് ആണ് കേട്ടോ. ഗ്രോത്തിൻ്റെ സ്റ്റേജസ് ആണ്. 3 സ്റ്റേജസ് ഉണ്ട്. അതെന്തായാലും എല്ലാവരും ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ തരണം ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഹെയർ ഗ്രോത്ത് റാപ്പിഡ് ഗ്രോത്ത് ആണ് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെ സ്ലോ ഡൗൺ ആണ്. മൂന്നാമത്തെ ഷെഡിങ് ആണ്. കംപ്ലീറ്റ് ഊരിപ്പോണ പോലത്തെ ഒരു അവസ്ഥ. പക്ഷേ ഊരിപ്പോയാലും പകരം വരും. അപ്പോൾ ഓരോ സ്റ്റേജസിലും നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്യണം, എന്തെല്ലാം ആഹാരം കഴിക്കണം, എന്തെല്ലാം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോഴാണ് സമാധാനമായത്, ഇന്ന കാരണം കൊണ്ടിട്ടാണല്ലോ മുടി കൊഴിഞ്ഞു പോകുന്നത് എന്ന്. അവർക്ക് അതിന് ശേഷം ഒരു സമാധാനമായി. കാരണം മുടി തിരിച്ചു വരുമല്ലോ. അപ്പോൾ ഈ മുടി വരുവാനായിട്ട് നമ്മൾ എന്തെല്ലാം അപ്ലൈ ചെയ്യണം, എന്തെല്ലാം ചെയ്യണം മുടിക്കും, അതുപോലെ അകത്തും തലോട്ടിലും ഒക്കെ എന്തൊക്കെ സ്കാൽപ്പിലൊക്കെ നമ്മൾ എന്തെല്ലാം ചെയ്യണം അതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുടി എങ്ങനെ മുടിയായി അതാണ് അതിൻ്റെ ഹെഡിങ് കേട്ടോ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ്. കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതൊന്നും കാണണം കേട്ടോ. അപ്പോൾ ഈ 3 സ്റ്റേജസിൽ നമ്മൾ ഫേസ് ചെയ്യണം പ്രോബ്ലംസ് എന്തൊക്കെയാണോ, അതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആരും വിഷമിക്കേണ്ട. ഈ 3 സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഫസ്റ്റ് സ്റ്റേജിലേക്ക് വരും. അതാണ് റാപ്പിഡ് ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുപ്പോടുകൂടി ഓരോ സ്റ്റേജസ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കാണണം കേട്ടോ. കാരണം ജോയിൻ ചെയ്ത പുതിയ ഫാമിലി നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. പഴയ ആൾക്കാർക്കൊക്കെ ഇതറിയാം, അവർ പരീക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ സമാധാനമായി. ഇപ്പോൾ ഇന്ന കാരണം കൊണ്ടാണല്ലോ മുടി പോകുന്നത്, പോയ മുടി തിരിച്ചു വരുമല്ലോ എന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കരുത്. മുടി കൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കരുത് കേട്ടോ. പോയ മുടി എല്ലാവർക്കും തിരിച്ചു വരും. നമ്മൾ വേണ്ട പ്രതിവിധി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ധാരാളം വെള്ളം കുടിക്കാം, മുടി വിടുത്താം. പിന്നെ മുടി വന്നില്ല എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ നോക്കിയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് മുടി ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മുടി കാണും കേട്ടോ. അപ്പം അതിങ്ങനെ നീണ്ടു വരുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യണത് മുടി ഉണ്ടെന്നുള്ള ഫീലിംഗ് കേട്ടോ. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. മടി കാണിക്കരുത്, ഒരിക്കലും മടി കാണിക്കരുത്. നമുക്ക് ഓരോ ദിവസവും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു എനിക്ക് ഒരുപാട് മുടി ഉണ്ടായതാണ്, ഇപ്പോൾ ഒട്ടും മുടിയില്ല, മുടി പോയി, ശരിക്കും പോയി, ഇത്രയ്ക്കായി മുടി. ഊരി പോകുമ്പോൾ അവരെന്ത് ചെയ്യും, കട്ട് ചെയ്ത് കളയും. അപ്പോൾ നീളവും ഇല്ല ഉള്ളും ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുടി
എപ്പോഴും കെയർ ചെയ്യണം കേട്ടോ. മുടി വെളുക്കുക, വെള്ളം കുടിക്കുക, വേണ്ട ആഹാരം കഴിക്കുക, ഡയറ്റ് നോക്കുന്നവർ കാൽസ്യം പൊട്ടാഷ്യം ഇതൊന്നും കുറയാതെ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇതിനെ എല്ലാം നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഒരിക്കലും ഒരു ആവർത്തന വിരസതയായിട്ട് ആർക്കും തോന്നരുത് കേട്ടോ. കണ്ടിട്ടുള്ളവർ ഇതായിട്ട് മുന്നോട്ട് പോവുക, പുതിയ ആൾക്കാർ ഇത് തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നാളെ 1-ാം തീയതി കഴിഞ്ഞുള്ള ഞായറാഴ്ചയാണ്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ നാളെ പൂജയാണ്. ഇതൊക്കെയുള്ളൂ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നാളെ കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.